ശ്രീകൃഷ്ണ ജ്യോതിശാലയത്തിലേക്ക് അവർക്കും സ്വാഗതം. ഓഗസ്റ്റ് മാസത്തെ ഫലമാണ് പറയുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ കുംഭൻ രാശിക്കാർക്ക് അഥവാ കുംഭക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. കുംഭക്കൂറുകാരെന്ന് പറയുമ്പോൾ അവിട്ടത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗവും ചതയും പൂരോട്ടാതിയുടെ അവസാനത്തെ മുക്കാൽ ഭാഗവും കൂടി ചേരുന്ന കുംഭക്കൂറ് അഥവാ കുംഭൻ രാശിക്കാർക്ക് ജന്മത്തിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി, 2-ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാഹു, 4-ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴവും ചൊവ്വയും, 6-ാം ഭാവത്തിൽ സൂര്യൻ, 7-ാം ഭാവത്തിൽ ബുധനും ശുക്രനും, 8-ൽ കേതു. ഇതാണ് ഗ്രഹസ്ഥിതി. 7-ര ശനി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ജന്മശനി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടകശനി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഇപ്പോൾ ജന്മശനി നടന്നുകൊണ്ടിരിക്കുന്നത് കുംഭൻ രാശിയിൽ തന്നെയാണ്. അതിലൂടെ വക്രഗതി കൂടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. വക്രഗതി എന്ന് വെച്ച് പറഞ്ഞാൽ പൂരോട്ടാദിയുടെ ആദ്യ പകുതിയിലേക്ക് കയറി വീണ്ടും ചതയ നക്ഷത്രത്തിലേക്ക് വരാനുള്ള സാധ്യത ആണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ വക്രഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് പറഞ്ഞാൽ, വക്രഗതി എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ഞാനൊരു പ്രത്യേക വീഡിയോ ഇട്ടിട്ടില്ല, ഇതിലൂടെ മാത്രം പറയണം. വക്രഗതി എന്ന് വെച്ച് പറഞ്ഞാൽ ഗ്രഹങ്ങൾ ഏത് സ്ഥാനത്ത് നിൽക്കുന്നോ, ഏത് ക്ഷേത്രത്തിൽ നിൽക്കുന്നുവോ അതിന് ആസ്പദപരമായിട്ടും അതുപോലെ തന്നെ അവരുടെ ഗ്രഹബലമായിട്ട് കണക്കാക്കി ആ ഗ്രഹത്തിൻ്റെ ബലത്തിന് എത്രത്തോളം ബലമുണ്ടോ അതിന് വക്രഗതി കൂടിയാകുമ്പോൾ അതിന് കുറച്ചുകൂടി ബലം കൂടുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ കുംഭൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മൂലക്ഷേത്രത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ശനി ബലവാനാണ്. അത് വക്രഗതി കൂടി ആകുമ്പോൾ ഉച്ചത്തിന് തുല്യമായിട്ട് വരും, ഉച്ചാവസ്ഥയിലൂടെ തുല്യമായിട്ട് വരും. അപ്പോൾ കണ്ടകശനിയുടെ അഭാവം കൂടും, 7 ശനിയുടെ അഭാവം കൂടും. അതേസമയത്ത് അനുകൂലപരമായിട്ട് നിൽക്കുന്ന രാശികൾക്കെല്ലാം അനുകൂലപരമായിട്ടുള്ള നല്ല സമയങ്ങൾ വരും എന്നൊക്കെയാണ് ചുരുക്കമായിട്ട് പറയുന്നുള്ളൂ, കൂടുതൽ തീർപ്പില്ല. 2-ൽ രാഹു നിൽക്കുന്നത് കുടുംബപരമായിട്ട് നോക്കുകയാണെങ്കിൽ കുടുംബത്തിൽ ഐശ്വര്യ അഭിവൃദ്ധി കഴിഞ്ഞ മാസത്തേക്കാൾ കുറച്ച് വരുവാനുള്ള സാധ്യതയുണ്ട്. സഹായഹസ്തങ്ങൾ, അതായത് ചോദിച്ചാൽ കിട്ടാൻ പറ്റുന്നത്, പല സ്ഥലങ്ങളിൽ ചോദിച്ചാൽ കിട്ടാത്ത ഒരവസ്ഥയുണ്ടെങ്കിൽ കിട്ടാനുള്ള സാധ്യത. ഇപ്പോൾ 10,000 ചോദിക്കുകയാണെങ്കിൽ 5,000 കിട്ടും, 1 ലക്ഷം ചോദിക്കുകയാണെങ്കിൽ 50 ലക്ഷമെങ്കിലും കിട്ടും, അല്ല 1 കോടി ചോദിക്കുകയാണെങ്കിൽ 50 ലക്ഷം കിട്ടും, 10 കോടി ചോദിക്കുകയാണെങ്കിൽ 5 കോടിയും കിട്ടും എന്നുള്ള ലെവലിലുള്ള ഒരു ലെവലിലാണ് പോകുന്നത് കുടുംബപരമായിട്ടും. അതേസമയത്ത് റെയിൽവേ സംബന്ധമായിട്ടും ഭൂമി സംബന്ധമായിട്ടും അതുപോലെ തന്നെ ബിസിനസ് സംബന്ധമായിട്ടും മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അത്ര ഗുണകരമല്ല എന്നാണ് പറയുന്നത്. കാരണം എന്താ വെച്ച് പറഞ്ഞാൽ ഭൂമി സംബന്ധമായിട്ടുള്ള ലെവൽ ചിലപ്പോൾ നഷ്ടക്കേസുകൾ കൊടുക്കുവാനുള്ള സാധ്യതകൾ വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം കുറച്ച് ദോഷങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. അത് ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ അവർക്ക് മറ്റുള്ള പ്രശ്നങ്ങൾ വരുവാനുള്ള സാധ്യതയില്ല. തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുവാനുള്ള സാധ്യതയില്ല. ഈ ആഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന കാരകനായിട്ടുള്ള വ്യാഴം 4-ാം ഭാവത്തിൽ നിൽക്കുന്നത് അത്ര ക്ലിയർ അല്ല എന്നാണ്. അത് കാരണം സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവരും ഒന്ന് ശ്രദ്ധിക്കുക വെച്ച് പറഞ്ഞാൽ നമ്മൾ സൂക്ഷ്മത നിരീക്ഷിക്കുക എന്നുള്ളത് പറയുന്നത്. സൂര്യചാരവശാൽ തന്നെ ചിന്തിക്കാൻ 6-ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ അനുകൂല ഭാവത്ത് നിൽക്കുന്നത് ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, പഞ്ചായത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചാൽ പഞ്ചായത്ത് തൊട്ടിട്ട് കലക്ട്രേറ്റ് വരയ്ക്കും, കേന്ദ്രം വരയ്ക്കും പെടുന്ന പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് കിട്ടേണ്ട അർഹതപ്പെട്ട കാര്യങ്ങൾ കിട്ടുവാനും ഭൂമി സംബന്ധമായിട്ടുള്ള വല്ല രേഖകൾ കിട്ടുവാനുണ്ടെങ്കിലും അതല്ല കേസ് വഴക്കുകളോ എല്ലാം നടക്കുകയാണെങ്കിൽ അതെല്ലാം ഒത്തുതീർപ്പാകാനോ അല്ലെങ്കിൽ വ്യവസ്ഥയിലെത്തുവാനുള്ള സാധ്യതകളോ അല്ലെങ്കിൽ അവസാനിപ്പിക്കാനുള്ള സാധ്യതകളോ ഉണ്ടാകുമെന്നുള്ള യാതൊരു സംശയമില്ല. കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച്, അതായത് ജൂലൈ മാസത്തെ അപേക്ഷിച്ച് ഓഗസ്റ്റ് മാസം കുറച്ചുകൂടെ അനുകൂലപരമായിട്ടുള്ള സമയമാണ്. കുംഭൻ രാശിക്കാർക്ക് പൊതുവെ സമയം ശരിയല്ല എന്നുള്ളത് സത്യാവസ്ഥ തന്നെയാണ്. എന്നിരുന്നാലും ഈ ഓഗസ്റ്റ് മാസം കുറച്ച് മാറ്റങ്ങൾ വരുവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. അതേ സമയത്ത് സ്ത്രീകളുമായി കൂടുതൽ വാക്ക് തർക്കങ്ങളിൽ ഇടപെടരുത്. ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും പോലും മറ്റുള്ള സ്ത്രീകളാണെങ്കിലും പോലും വാക്ക് തർക്കങ്ങളിൽ ഇടപെടരുത്. തർക്കങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അത് വേണ്ടെന്ന് പറയുന്നത്. പിന്നെ വയറ് സംബന്ധമായിട്ടും വയറ് സംബന്ധമായിട്ടും മൂത്രാശയ സംബന്ധമായിട്ടും അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളെല്ലാം വരികയാണെങ്കിൽ ഉടനെ ഡോക്ടറെ കാണിച്ച് അതിനുള്ള ചികിത്സകളെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞു. അടിവയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ സ്ത്രീകൾക്ക് വരുവാനുള്ള സാധ്യത പേടിക്കേണ്ട ആവശ്യമില്ല. അതിനെല്ലാം പരിഹാരമുണ്ട് എന്ന് തന്നെ പറയുന്നത്. ചില സമയങ്ങളിൽ മാരകപരമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ വരുമോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് ഈ സമയത്ത് ശുശ്രൂഷ നൽകുന്നതും ഡോക്ടറെ സമീപിക്കുന്നതും
എന്തെങ്കിലും ബയോപ്സി എന്തെങ്കിലും എടുക്കാനുള്ള ആവശ്യങ്ങളുണ്ടെങ്കിലും ഓപ്പറേഷൻ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളെല്ലാം നടത്തിക്കൂടി യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല, പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. കാരണം സൂര്യൻ ബലവാനായിട്ട് സൂര്യൻ ഗ്രഹങ്ങളിൽ വെച്ച് സൂര്യൻ ഇല്ലെങ്കിൽ വേറെ ഗ്രഹങ്ങളില്ല. രാവും പകലും സൃഷ്ടിക്കുന്നത് സൂര്യൻ തന്നെയാണ്. അത് കാരണം സൂര്യൻ അനുകൂല ഭാവത്തിലാണ് നിൽക്കുന്നത്. അത് കാരണം പേടിക്കേണ്ട ആവശ്യമില്ല. ഭാഗ്യാധിപനായിട്ടുള്ള ശുക്രൻ 7-ാം ഭാവത്തിൽ നിൽക്കുന്നത്. ഭാഗ്യവശാൽ ഭാഗ്യം കുറച്ച് വരുവാനുള്ള സാധ്യതയുണ്ട്. കർമ്മസംബന്ധമായിട്ട് നോക്കിയാൽ കർമ്മസംബന്ധമായിട്ട് ഭൂമി സംബന്ധമായിട്ടും കെട്ടിട സംബന്ധമായിട്ടും കൺസ്ട്രക്ഷൻ സംബന്ധമായിട്ടും അതുപോലെ തന്നെ ഭവന സംബന്ധമായിട്ടും വർക്ക് ചെയ്യുന്നവർക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു സമയമാണ് എന്നുള്ള പറയുന്നത്. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ഭൂമിയും ഭവനവും, ഭൂമി പറഞ്ഞാൽ ഭൂമി തന്നെയാണ്, ഭൂമിയിലാണല്ലോ ഭവനം വയ്ക്കുക. അതുപോലെ വില്ലകൾ, ഫ്ലാറ്റുകൾ അങ്ങനെ വാങ്ങിക്കുവാനുള്ള താല്പര്യമുള്ളവരെല്ലാം വാങ്ങിക്കുകയാണെങ്കിൽ അതിന് തടസ്സമില്ലാത്തൊരു സമയം തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും കർക്കിടക മാസം കഴിഞ്ഞ് ചിങ്ങമാസത്തിലായിരിക്കും ചിലപ്പോൾ കൂടുതൽ നടക്കുവാനുള്ള സാധ്യത കാണുന്നത്. അതുപോലെ തൊഴിൽ മേഖല പുരോഗമനമുണ്ടാകും. പിന്നെ വിദേശ യാത്ര, വിദ്യാഭ്യാസം, വിദേശപരമായിട്ടുള്ള പഠനം, അതുപോലെ നഴ്സിംഗ് എല്ലാം പാസ്സായി അല്ലെങ്കിൽ വിദേശത്തേക്കുള്ള എന്തെങ്കിലും ഓഫറുകളെല്ലാം വന്ന് അതിന് ധനച്ചെലവ് വഹിക്കേണ്ട ലെവലുകൾ ലക്ഷങ്ങൾ വന്നിട്ട് ചുരുങ്ങിയത് 4 ലക്ഷം തൊട്ടിട്ട് 15 ലക്ഷം വരയ്ക്കും ചില ചിലവുകൾ വരികയാണെങ്കിൽ അത് ഉപേക്ഷിക്കുക എന്നുള്ള പറയുന്നത്. കാരണം ഇപ്പോൾ ഒന്നിന് മുതിരരുത്, കാരണം സമയം അത്ര അനുകൂലമല്ല എന്നാണ് പറയുന്നത്. പാഴ്ചെലവുകൾ വരാതെ സൂക്ഷിക്കണം. ഉള്ള തൊഴിലിൽ ഇരുന്ന് പ്രവർത്തിക്കുക. തൊഴിൽ മാറ്റം ഒരിക്കലും നല്ലതല്ല. ഈ തൊഴിൽ ചിലപ്പോൾ മടുപ്പ് തോന്നും. ഈ തൊഴിൽ വിട്ട് വേറെ വല്ല തൊഴിലിൽ പോയാലും മടുപ്പ് തോന്നും. ഉള്ള വരുമാനത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ കുംഭൻ രാശിക്കാർക്ക് പുറത്തുവർക്ക് പറയാനുള്ളത്, പരിഹാരമായിട്ട് പറയാനുള്ളത് എള്ള് പായസം, അതുപോലെ നീരാഞ്ജന വഴിപാട്, നെയ്വിളക്ക് എന്നിവ ശാസ്താ ക്ഷേത്രത്തിൽ നടത്തുക, തീർച്ചയായും നടത്തുക. ഗണപതിക്ക് ഒരു നാളികേര പൂജ, ഗണപതി ഹോമം നടത്തുക ഒരു മാസത്തിൽ, ഈ ഓഗസ്റ്റ് മാസത്തിൽ സ്റ്റാർട്ടിങ്ങിലോ അല്ലെങ്കിൽ ഒരു 5-ാം തീയതിക്കുള്ളിലോ. അല്ലാത്ത പക്ഷമല്ല. അതുകൂടാതെ വ്യാഴപ്രീതി വരും ദൈവാനുഗ്രഹം വരാൻ വേണ്ടി ഭാഗ്യസൂക്ത വഴിപാട് നടത്തുക. സാമ്പത്തികപരമായിട്ട് പറ്റാവുന്നുണ്ടെങ്കിൽ മഞ്ഞപ്പട്ട്, തുളസിമാല, പാൽപ്പായസം, നിവേദ്യം എന്നിവ മഹാവിഷ്ണുവിൽ നടത്തുന്നത് വളരെ ഉചിതമാണ്. നമസ്കാരം.